ഇപ്പോൾ അതാണ് ചോദിക്കണേന്ന് വെച്ചപ്പോൾ ഒന്ന് നോക്കാമെന്ന് വെച്ചപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിന് ഒരു കാലാവധിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഗായത്രി പറഞ്ഞ പോലെ അയ്യപ്പൻ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നേ പറയാൻ പറ്റുള്ളൂ. അയ്യപ്പനും മുരുകനും. കാര്യം ഒരാൾ കിഴക്കോട്ടും ഒരാൾ പടിഞ്ഞാറോട്ടും നോക്കിയിരിക്കുന്നു. ഇവർ അത് പിടിച്ചു നിർത്തിയെന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിൽ വേറൊരു കാര്യം കൂടി പറയട്ടെ. ഒരാഴ്ച മുമ്പ് ഒരു പത്രവാർത്ത വായിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യ മുന്നണി, ഇന്ത്യ അലയൻസ് എന്തോ ഒരു നിവേദനം കൊടുത്തു. അതിനകത്ത് നമ്മുടെ കേരളത്തിൽ ഭരിക്കുന്നവരും ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട്, തമിഴ്നാടിൻ്റെ ഭരണപക്ഷമുണ്ട്, എല്ലാവരും ഉണ്ട്. BJP ഒഴിച്ചുള്ള എല്ലാ പ്രധാന പ്രതിപക്ഷങ്ങളെല്ലാം ഉണ്ട്. അവരൊരു പ്രമേയം കൊടുത്തിരിക്കുകയാണ് എന്തോ ഒരു കാര്യത്തിൽ, തിരുപ്പറങ്കണ്ടം വിഷയം എന്തോ ആവട്ടെ. അതിനേക്കാളും വലിയ വിഷയമാണ് മുല്ലപ്പെരിയാർ. കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രശ്നമായ ഈ മുല്ലപ്പെരിയാറിന് ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ സമീപനം എന്തുകൊണ്ട് UDF-നും LDF-നും ഇവർക്കും എടുക്കാൻ പറ്റുന്നില്ല? ഞാൻ വിചാരിച്ച ദൈവമേ, ഇവർ ഇതിനാണൊരു പ്രമേയം കൊടുത്ത്, ഓക്കെ തിരുപ്പറങ്കണ്ടം കൊടുക്കട്ടെ, അതിൽ രാഷ്ട്രീയങ്ങളുണ്ട്, എന്തോ ആകട്ടെ, പക്ഷേ ഇതിനു കൂടി എന്തുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പം നമ്മൾ ഏതൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് സിയാൽ എയർപോർട്ടുണ്ട്, കൊച്ചിൻ പോർട്ടുണ്ട്, എത്രയോ ഒരു വെള്ളപ്പൊക്കത്തിലാണ്, അറിയില്ല, 1200-കളിൽ വന്ന ഒരു വെള്ളപ്പൊക്കത്തിലാണ് ഈ കൊച്ചി ഇങ്ങനെ വന്നിരിക്കട്ടെ. പെരിയാറിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് 1200. അത് പഴയന്നൂർ മ്യൂസിയം ഉണ്ട് കൊച്ചി മട്ടാഞ്ചേരിയിൽ, കൊച്ചിൻ രാജകുടുംബത്തിൻ്റെ പഴയന്നൂർ ദേവീക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു മ്യൂസിയം ഉണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏത് വർഷം ഉണ്ടായ പ്രളയത്തിലാണ് ഈ കൊച്ചി ഇങ്ങനത്തെ ഒരു ഭൂപ്രദേശമായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അയ്യപ്പൻ കാക്കട്ടെ, അതേ പറയാൻ പറ്റുള്ളൂ. ഇതിലൊരു വേറെ കാര്യം, ഇപ്പോൾ ആ